ഇന്ന് ഊളം തമര തോരനാണ് മക്കളെ അമ്മ വയ്ക്കാൻ പോകുന്നത്. നല്ല ഔഷധ ഗുണമുള്ള നല്ല തവരയില. കുഞ്ഞു മക്കൾക്ക് ചൊറി, ചിരങ്ങ് ഇതൊക്കെ വരുന്നതിന് നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ തവരയില. തവരയിലയും മുരിങ്ങയിലയും കൂടെയുള്ള തോരനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. മതി. ഊളം തവര നല്ല ഭംഗിയായി കഴുകി എടുക്കണം. ഊളം തവര ഇങ്ങനെ ഊരിയെടുക്കുക. അടുത്ത് മുരിങ്ങയില. ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പുറത്തുനിന്നൊന്നും വാങ്ങിയതല്ല. വിഷമുള്ള പച്ചക്കറികൾ കഴിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ശരീരത്തിനും എല്ലാം നല്ലത്. പിന്നെ നമുക്ക് ഇത്തിരി ജോലിയുണ്ട്. ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുക്കണം. അതൊക്കെ ഒത്തിരി ജോലിയുണ്ട്. ഊളം തവരയെന്നും പറയും, തവരയിലയെന്നും പറയും. ഇത് മുരിങ്ങയില. മുരിങ്ങയിലയും തവരയിലയും കൂടി ചേർത്താണ് ഇന്ന് നമ്മൾ തോരനുണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയിലെല്ലാം ഊരി കഴിഞ്ഞു. മുരിങ്ങയില ഇത്രയും മുരിങ്ങയില ഉണ്ട്. ഊരി കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഊളം തവര, തവരയിലെന്നും പറയും. പണ്ട് ഇതിന് പറയുന്ന ഊളം തവര. പലയിടത്തും പല പേരുകളുമായി നമ്മൾ പറയും ഊളം തവര.
തവരയില നമുക്ക് അരിയണം. പറിച്ചെടുത്ത് വൃത്തിയെ കഴുകി ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ് ഇത് തോരനുണ്ടാക്കിയ ഒരു ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട. നമുക്കിത് മാത്രം മതി തോന്നണം. ശരീരത്തിലെ ചോറി ചിരങ്ങ് ഇതെല്ലാം മാറാൻ നല്ല ഔഷധ കറിയാണ്. നല്ല രുചിയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇത് രണ്ടും നമ്മുടെ വിളയിൽ നിന്ന് തന്നെ എടുത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് വേറെ ഒരു വിഷമോ അങ്ങനെ ഒന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അരിഞ്ഞ് റെഡിയായി. മുരിങ്ങയില റെഡിയായി. ഇനി മക്കളെ ചേർക്കേണ്ട സാധനം തേങ്ങ അരമുറി, 1 സ്പൂൺ മുളക് പൊടി, ജീരകം അമ്മാമ്മ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത്രയും കൂടെ അമ്മാമ്മ അരച്ചെടുത്തോണ്ട് വരട്ടെ മിക്സിയിൽ. ഗ്യാസ് കത്തിച്ചിട്ട് ഫാൻ അടുപ്പിൽ വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കടുക്, മക്കളെ കറിവേപ്പില ഇട്ട ഇലക്കറിയല്ലേ. ഇലക്കറി ആയതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടില്ല. പലരും പല രീതിയിലായിരിക്കും വയ്ക്കുന്നത്. ഞാനിപ്പോൾ കറിവേപ്പില ഇടുന്നില്ല. ഇലക്കറിക്ക് ഞാൻ കറിവേപ്പില ഇടില്ല. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. കവരയില, അതിൻ്റെ നീരയായിട്ട് മുരിങ്ങയില. നമ്മുടെ പറമ്പിലുള്ളതാണ്. ഒട്ടും വിഷാംശമില്ലാത്ത കറിയാണ്. ഈ കറിയും ഒരു ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കും. നേരത്തെ കാണിക്കാൻ വിട്ടുപോയി.
ഇതാ ലേശം ഉപ്പ്. നമ്മുടെ തവരയിലെയും മുരിങ്ങയിലെയും വെന്താന്ന് നോക്കട്ടെ മക്കളെ. വെന്തു. നമുക്കിനി കൂട്ട് ചേർക്കാം. വെള്ളം ചേർത്ത് അരപ്പൊന്ന് കഴുകി. അരപ്പൊന്ന് ചൂടാക്കി. നമ്മുടെ ഇലക്കറി എന്തായാലും നോക്കട്ടെ മക്കളെ. കൂട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ഫ്രഷായി വെന്ത് കൂട്ടെല്ലാം ഒത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലയും തവരയിലയുമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും സ്കൂൾ അവധിയായിട്ട് കുട്ടികളൊക്കെ നിൽക്കുകയില്ലേ, ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു കറിയാണ്. ചൊറി, ചിരങ്ങ് ഇങ്ങനെയുള്ള വരുന്നതിനൊക്കെ നല്ലതാണ് ഈ തവരയില. എല്ലാവർക്കും ഈ അമ്മമ്മയുടെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇലക്കറി റെഡിയായി. മുരിങ്ങയിലയും തവരയിലയും കൊണ്ടുള്ള ഇലക്കറി റെഡിയായി. മക്കൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും അമ്മൂമ്മയുടെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അമ്മാമ്മ ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം തന്നെ. സൂപ്പർ ടേസ്റ്റാ. ഒരു ചമ്മന്തിയും കൂടെ ഊണ് കറി.